നിയ്യത്ത് നല്ല നിയ്യത്തായി കൊണ്ടിട്ട് ആ നിയ്യത്ത് ശക്തമത്തായ നിയ്യത്താവുക, നല്ല ഉദ്ദേശത്തോടു കൂടിയാവുക. എന്നാൽ ആ നിയ്യത്ത് പ്രകാരം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഏതായാലും അതിന് വേണ്ടതായ ഗുണമതിന് കാണുന്നു. അപ്പോൾ മുസ്ലിം ലീഗൊക്കെ കെട്ടിപ്പടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ സംബന്ധിച്ചും ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ പോലത്തെ ആ നേതാക്കന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അവരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായിരുന്നു. നമുക്കറിയാം, കസാല ഉണ്ടായപ്പോൾ മൂപ്പര് മടക്കിയെന്ന് പറയുന്നത്. യോഗം കൂടാൻ വേണ്ടി കസാല വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് വേണ്ട, ഇവിടെ പായുണ്ട്, അതിലിട്ട് യോഗം കൂടിയാൽ മതിയെന്നാണ്. അത്രമാത്രം ഭൗതിക സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് നല്ല നീയത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനത്തിനെ അവർ കെട്ടിപ്പടുത്തത് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വഭാവം തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങന്മാർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെ വളരെ നിഷ്കളങ്കരും നിസ്വാർത്ഥരും വളരെയധികം സമുദായ സ്നേഹികളും ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ പ്രസ്ഥാനത്തിനൊന്ന് ഉപയോഗപ്പെടുത്തിയത്. അവർ വളരെയധികം നല്ല നീയത്തോടു കൂടി ചെയ്തു. അവരെ ആ പ്രവർത്തനത്തിന്റെ ആ ഗുണമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടെ പറയലുണ്ടല്ലോ പ്രസംഗത്തിലൊക്കെ. CH മുഹമ്മദ് വായ പറഞ്ഞു, CH മുഹമ്മദ് വായ സാഹിബ് പറഞ്ഞു, ഹിമാലയത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ കന്യാകുമാരിയിൽ നിന്ന് സിന്ദാബാദ് വിളിക്കുന്നതായ ഒരു കാലഘട്ടം ഉണ്ടാവും. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വ്യക്തമാവുന്നതായ ഒരു പ്രത്യേക അതിർവരമ്പുകൾക്കുള്ളിൽ ജീവിക്കുന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ഹറാമോ. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഈ സമരങ്ങളൊക്കെ തന്നെ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കൂത്താട്ടായി കൊണ്ട് മാറ്റാൻ പാടില്ല. പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ചെയ്യുന്ന സമരങ്ങളൊക്കെ വളരെയധികം നമ്മളൊക്കെ ഒരു പ്രത്യേക, ഞാനിവിടെ വരാൻ തന്നെ കാരണം നിങ്ങളൊക്കെ നമ്മളെ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവാൻ പാടില്ല എന്നറിയോ, നിങ്ങളെ പ്രവർത്തനങ്ങൾക്ക് അത് നിയന്ത്രണം, അതിന് വേണ്ടതായ അതിൻ്റെ മാർഗനിർദ്ദേശമൊക്കെ ചെയ്യേണ്ടത് നമ്മളൊക്കെ തന്നെ. അങ്ങനെ നിങ്ങളെ എങ്ങനെയെങ്കിലും നിലയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള കുട്ടികളാണ്. നിങ്ങളിവിടെ ഈ സമുദായത്തിന് നേതൃത്വം നൽകേണ്ടവരാണ്. നിങ്ങളൊക്കെ പിന്നീട് വരുന്ന ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകേണ്ടവരാണ്. അപ്പൊ നിങ്ങളെ മുൻഗാമികളാവുന്ന ആ മഹാന്മാരുടെ അവരുടെ ജീവിത ചരിത്രങ്ങൾ ശരിക്ക് നോക്കി മനസ്സിലാക്കി